താങ്കൾ ഈ വി പ്രകാശിന്റെ പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വി പ്രകാശിന്റെ വീട്ടിൽ പോയി ദേശാഭിമാനിയിൽ പാർട്ടി സെക്രട്ടറി ലേഖനം എഴുതി. എന്തുകൊണ്ട് താങ്കൾ അവിടെ പോയില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ കോൺഗ്രസ് നേതാക്കൾക്ക് അതിന് മറുപടി പറയേണ്ടി വന്നു. അതൊരു വിഷയമായി മണ്ഡലത്തിൽ ഉയർന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്? ഏതെങ്കിലും ഘട്ടത്തിൽ ആ വിവാദങ്ങൾ ഉയർന്നപ്പോൾ താങ്കളെ വേദനിപ്പിച്ചോ ആ വിവാദങ്ങൾ? ഒരിക്കലുമില്ല. കാരണം വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചത് വി പ്രകാശിൻ്റെ കുടുംബമല്ല. വിവാദമുണ്ടാക്കാൻ ശ്രമിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. നിങ്ങൾ തന്നെ പറഞ്ഞു പാർട്ടി സെക്രട്ടറിയാണ് ലേഖനം എഴുതിയത്. അവർ തന്നെ അതിന് വളരെ കൃത്യമായി മറുപടി പറഞ്ഞില്ലേ? എന്തൊക്കെ പ്രചരിപ്പിച്ചു? അവർ കൃത്യമായി അവിടെ കുടുംബത്തിന് മറുപടി പറഞ്ഞില്ലേ? പിന്നെ എന്താണ് ഒരു വിവാദത്തിൻ്റെ പ്രശ്നമില്ലല്ലോ. സ്വാഭാവികമായിട്ട് അവർ തന്നെ വളരെ കൃത്യമായി അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഫലം വന്നതിന് പിറ്റേ ദിവസം ഇടതുപക്ഷത്തിന്റെ പ്രതിരോധം എന്നുള്ളത് നിങ്ങൾ UDF വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങിയാണ് ജയിച്ചത്, ഞങ്ങൾക്ക് പരാജയപ്പെട്ടാലും അങ്ങനത്തെ വോട്ട് വാങ്ങി ജയിക്കേണ്ട, ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ തോൽവി സമ്മതിക്കുന്നു എന്നുള്ളതാണ് സ്ഥാനാർത്ഥിയും അവിടെയുള്ള നേതാക്കളും എല്ലാം പറയുന്നത്. അപ്പം നിങ്ങളുടെ ജയം അത് വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങിയാണ്, വർഗീയത പ്രചരിപ്പിക്കുന്ന ആളുകളുടെ വോട്ട് വാങ്ങിയാണ് വിജയിച്ചത്. ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്നവർക്കുള്ള മറുപടി എന്താണ്? ആരാണ് ഈ വർഗീയ വോട്ട് വാങ്ങി? ആരാണ് വർഗീയ ശക്തികൾ? CPM പറയുന്നത്. അവർ പറയട്ടെ, ആരൊക്കെയാണ് അവർ പറയുന്ന വർഗീയ ശക്തികൾ? ആരാണ് എന്ന് അവർ പറയണം, അതല്ലാതെ ഇതിനോട് മറുപടി വേറെ ഇല്ല. അല്ല, ഞാൻ ചോദിക്കുന്നതിൽ അവർ പറയണ്ടേ? അവരൊരു കാര്യം പറയുമ്പോൾ ഏതൊക്കെ വർഗീയ ശക്തികളുടെ വോട്ടാണ് വാങ്ങിയത് എന്നവർ വളരെ കൃത്യമായിട്ട് പറയട്ടെ. അപ്പോഴല്ലേ, കാരണം വെറുതെ ഒരു കാടടച്ച് വെടിവെച്ചിട്ട് കാര്യമില്ലല്ലോ. അതായത് അവർ പറയട്ടെ ആരാണ് വർഗീയ ശക്തികൾ, ഏത് വർഗീയ ശക്തിയുടെ വോട്ടാണ് വാങ്ങിയത്. CPM-നെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും സോഷ്യൽ ഗ്രൂപ്പ്, ഏതെങ്കിലും ഒരു സംഘടന CPM-നെ പിന്തുണച്ചാൽ അത് അവർ ഒരു മതേതര സമീപനം സ്വീകരിക്കുന്ന സംഘടന, പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു മതേതര സമീപനം. നേരെ മറിച്ച് അതേ സംഘടന അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്കനുസരിച്ച് UDF-നെ പിന്തുണച്ച് കഴിഞ്ഞാൽ അവർ നേരെ വർഗീയ സംഘടനയായി മാറുക. ഇത് കുറേ കാലമായിട്ട് നമ്മൾ കാണുന്നതല്ലേ? ഇത് ഇന്നും ഇന്നലെയും കേൾക്കുന്നതാണ്.